ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെ കഴിഞ്ഞ 2-3 ആഴ്ചകളിൽ കേട്ട് മനസ്സിലാക്കിയ ഒരു വലിയ സത്യം ഇതാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം ദൈവത്തിൻ്റെ വചനമാണ്. നമ്മൾ കാണുന്നത്, ഭാഗ്യമായി കാണുന്ന അനുഗ്രഹം ആ അനുഗ്രഹത്തിൻ്റെ ഫലമാണ്. നമ്മൾ അനുഗ്രഹമാണെന്ന് തോന്നിയ, പണ്ട് മനസ്സിലാക്കിയ എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ അനുഗ്രഹമായ വചനത്തിൻ്റെ ഫലമാണ് നമ്മൾ കാണുന്നത്. നമുക്കൊരു സൗഖ്യം കിട്ടുന്നതോ, അല്ലെങ്കിൽ നമുക്ക് ഒരു ബിസിനസ്സിലൊരു അഭിവൃദ്ധി ഉണ്ടാകുന്നതോ, അല്ലെങ്കിൽ നമുക്ക് ഏത് മേഖലയിലും നമുക്കൊരു നേട്ടമുണ്ടാകുന്നത് അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാകുന്ന വചനത്തിൻ്റെ ഫലമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം വിത്താണ്. നമ്മൾ കാണുന്നത് ആ വിത്ത് മുളച്ച് ഫലം പുറപ്പെടുവിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ആ വിഷയം തന്നെ നമുക്ക് ഈ ആഴ്ചയിലും കൂടെ മനസ്സിലാക്കാം ദൈവത്തിൻ്റെ വചനത്തിലൂടെ. അവസാനമായിട്ട് നമ്മൾ പങ്കുവെച്ച വചനം ഇതാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ 47-ാമത്തെ വചനം. He who is of God hears God's words. Therefore you do not hear because you are not of God. അപ്പം ദൈവത്തിൽ നിന്ന് വരുന്ന വ്യക്തി, ദൈവത്തിലായിരിക്കുന്ന വ്യക്തി ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്നുണ്ട്. കാരണം എന്താണ്? അവൻ്റെ ആഗ്രഹം ദൈവരാജ്യത്തിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കണം. അപ്പോൾ ആ ദൈവത്തിൻ്റെ വചനം കേട്ടാൽ മാത്രമേ ഫലം പുറപ്പെടുവിക്കുവാൻ പറ്റുകയുള്ളൂ. സങ്കീർത്തനം 10-ാമത്തെ സങ്കീർത്തനം 4-ാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാകുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ദൈവമില്ല എന്ന് പറയുകയും അവരുടെ ചിന്തകളിൽ ദൈവത്തിന് ഒരു സ്ഥാനമേ കൊടുക്കുന്നില്ല. അവർ ഒന്ന് വായിക്കുക സിസ്റ്ററെ. ദുഷ്ടൻ തൻ്റെ അഹങ്കാര തള്ളലാൽ അവിടുത്തെ അന്വേഷിക്കുന്നില്ല. ദൈവമില്ല എന്നാണ് അവൻ്റെ വിചാരം. ദൈവമില്ല എന്നാണ് അവൻ്റെ വിചാരം. അപ്പോൾ അവൻ ദൈവത്തിൻ്റെ, കിങ് ജെയിംസ് വേർഷൻ പറയുന്നത് ഗോഡ് ഈസ് ഇൻ നൺ ഓഫ് ഹിസ് തോട്ട്സ്. അവൻ്റെ ചിന്തകളിൽ ദൈവത്തിന് സമയമില്ല. അവന് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ സമയമില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ളവർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാനും പറ്റുകയില്ല. കാരണം ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് 11-ാമത്തെ അധ്യായം 6-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക അസാധ്യം. അപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിൻ്റെ വചനം, ആ വചനത്തിൽ തന്നെ പറയുന്നുണ്ട് അവൻ പ്രതിഫലം നൽകുന്ന ഒരു ദൈവമാണെന്നുള്ളത്. അപ്പോൾ പ്രതിഫലം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, ദൈവത്തിൽ നിന്ന് നമുക്കൊരു റിവാർഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ദൈവം ഉണ്ടെന്ന് അംഗീകരിച്ച, ദൈവം നമ്മളുടെ ചിന്തകളിൽ ദൈവത്തിന് സ്ഥാനമുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തെ വിശ്വസിക്കുവാനും അതനുസരിച്ച് നമുക്ക് ഫലം പുറപ്പെടുവിക്കുവാനും പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ സങ്കീർത്തനം 9-ാമത്തെ സങ്കീർത്തനം 10-ാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ അവിടെയും പറയുന്നുണ്ട്, ആ ദൈവത്തിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവൻ, അവനിൽ ആശ്രയിക്കുന്നവന് ദൈവം വളരെയധികം അനുഗ്രഹങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഞാൻ പറയുന്നത്, നമ്മൾ ദൈവത്തിൻ്റെ വചനമാകുന്ന ആ വിത്തിൽ വേണം നമ്മളുടെ ആശ്രയം ഇരിക്കുവാനായിട്ട്. ഒന്ന് വായിച്ചേ. അങ്ങയുടെ നാമം അറിയുന്നവർ അങ്ങിൽ വിശ്വാസം അർപ്പിക്കുന്നു. കർത്താവെ, അങ്ങേ അന്വേഷിച്ചവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. അങ്ങ് ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. അപ്പോൾ യഹോവ റാഫ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ നാമം എനിക്ക് അറിയുമ്പോൾ, എനിക്ക് അത് സൗഖ്യദായകൻ്റെ നാമമാണ്. ആ ദൈവത്തെ ഞാൻ അറിയുമ്പോൾ, വ്യക്തിപരമായി അറിയുമ്പോൾ എനിക്ക് സൗഖ്യം ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുകയാണ്. കാരണം സൗഖ്യദായകനെ ഞാൻ അറിയുന്നു. ആ സൗഖ്യം ആ ദൈവത്തിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ യഹോവ ജായറ എന്ന് പറയുന്നത് എൻ്റെ ആവശ്യങ്ങൾ, ഹീസ് മൈ പ്രൊവൈഡർ, എൻ്റെ എല്ലാ ആവശ്യങ്ങളും തരുവാൻ കഴിവുള്ള ഒരു ദൈവമാണ്. അല്ലെങ്കിൽ എനിക്ക് ഒരു പ്രയാസമുള്ളപ്പോൾ എനിക്ക് വിജയം തരുന്നൊരു ദൈവം യഹോവ നിസ്സി. അപ്പോൾ ദൈവത്തിൻ്റെ നാമം അറിയുമ്പോൾ ആ ദൈവമായിട്ട് എനിക്ക് വ്യക്തിപരമായ ഒരു സ്നേഹബന്ധം ഉണ്ടാകുകയും ആ ദൈവം വാഗ്ദാനം ചെയ്ത വചനങ്ങൾ ഞാൻ വിത്തായിട്ട് അനുഗ്രഹമായിട്ട് ഞാൻ നടുമ്പോൾ തീർച്ചയായിട്ടും ആ ദൈവത്തിൻ്റെ നാമം എന്ത് പ്രതികരിക്കുന്നുവോ അതിൻ്റെ ഫലം എനിക്ക് കൊയ്യുവാനും പറ്റുന്നുണ്ട്. അപ്പോൾ യഹോവ റാഫ എന്ന് പറയുന്ന ദൈവത്തെയോ, ആ ദൈവം ഐ എം ദ ഹീലർ, ഐ എം ദ ഗോഡ് ദാറ്റ് ഹീലർ ദീ എന്നുള്ള വചനങ്ങൾ, അല്ലെങ്കിൽ പത്രോസിൻ്റെ ലേഖനത്തിൽ അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനം അല്ലെ അനുഗ്രഹത്തിൻ്റെ വചനങ്ങൾ അറിയുകയില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഫലം നമുക്ക് കൊയ്യുവാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. പിന്നെ അപ്പോൾ ഇത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കണം. റോമാർക്കുള്ള ലേഖനത്തിൽ പറയുന്ന വിശ്വാസം കേൾവി വഴിയും. എന്തിൻ്റെ കേൾവി? ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കേൾവി വഴിയാണ് വിശ്വാസം ഉണ്ടാകുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ വലിയൊരു സത്യം ഇതാണ്, നമ്മൾ എന്ത് വചനമാണ് കേൾക്കുന്നത്, എവിടെയാണ് കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വചനം നമ്മൾ കേൾക്കുന്നത് ശ്രദ്ധയോടെ കേൾക്കണം. ഒന്ന് ശ്രദ്ധ, മറ്റത് എവിടെ പോയാണ് കേൾക്കുന്നത് എന്നുള്ളതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ മർക്കോസിൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 24-ാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത്. Thus he said to them, take heed what you hear. Take heed what you hear. With the same measure you use it, it will be measured to you, and to you
who hear, more will be given. ഇവിടെ വലിയൊരു സത്യം ദൈവം പറയുകയാണ്. ഒന്ന്, നിങ്ങൾ ശ്രദ്ധിക്കണം, എന്താണ് കേൾക്കുന്നതെന്ന് ശ്രദ്ധിക്കണം. പിന്നെ പറയുകയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ വചനങ്ങൾ ശ്രവിക്കുകയാണെങ്കിൽ അത് കൂടുതൽ ശ്രവിക്കുന്നവർക്ക് കൂടുതൽ കിട്ടുമെന്നുള്ളത്. ഒന്നുകൂടെ വായിക്കാം. ആൻഡ് ടു യു ഹു ഹിയർ, മോർ വിൽ ബി ഗിവൺ. അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രിൻസിപ്പിളാണ്. ദൈവത്തിൻ്റെ വചനം വിത്താണെങ്കിൽ കൂടുതൽ വിതച്ചാൽ കൂടുതൽ കൊയ്യും. പ്രിയപ്പെട്ടവരെ, അത് നമുക്ക് ലൗകിക തലത്തിൽ ആ പ്രിൻസിപ്പിൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ആത്മീയ തലത്തിലും അതേ പ്രിൻസിപ്പിളാണ് അപ്ലൈ ചെയ്യുന്നത്. ടു യു ഹു ഹിയർ, മോർ വിൽ ബി ഗിവൺ. പിന്നെ പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, നേരത്തെ പറഞ്ഞതുപോലെ എവിടെ നിന്നാണ് കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ എവിടെയാണ് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആരെയും നമ്മൾ ശ്രദ്ധാപൂർവം വേണം കേൾക്കുവാനായിട്ട്. കാരണം പല പ്രാവശ്യം പറയുന്നത് പോലെ സാത്താൻ ഇവിടെ വന്നിട്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികളെ അവൻ വന്ന് തട്ടിക്കൊണ്ടുപോകാൻ നോക്കുന്നത് വ്യഭിചാരം ചെയ്തണമെന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ മോഷിക്കണമെന്നോ, അല്ലെങ്കിൽ വിദ്വേഷം വേണമെന്നോ ഒന്നും പറഞ്ഞിട്ടല്ല. അവൻ ദൈവത്തിൻ്റെ വചനം വളച്ചൊടിച്ചിട്ട് അവൻ നമ്മളെ കബളിപ്പിക്കുകയാണ്. അങ്ങനെയാണ് ആ സത്യവചനത്തിൽ നിന്ന് അവൻ മാറ്റുക. അപ്പോൾ അവൻ ഒരു ഇത് വരികയാണെങ്കിൽ നല്ല വിത്ത് മാറ്റിയിട്ട് ചീത്ത വിത്ത് നമ്മളുടെ കയ്യിൽ തരികയാണ്. ആ ചീത്ത വിത്തും വിതച്ചാൽ അത് ഉണ്ടാവും. നമുക്കറിയാം, ഒരു ഉപമയുണ്ടല്ലോ, യജമാനൻ നല്ല വിത്ത് നട്ടു, സാത്താൻ വന്നിട്ട് അതിൻ്റെ ഇടയിൽ കള നട്ടു. അപ്പോൾ നല്ല വിത്തിന് പകരം കള തരികയാണെങ്കിൽ കളയും വളരും, പക്ഷേ അത് ഫലമൊന്നും പുറപ്പെടുവിക്കുകയില്ല. അതുകൊണ്ടാണ് 2 തിമോത്തി 4-ാമത്തെ അധ്യായം 3-4 വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ശ്രദ്ധിക്കണം, നിങ്ങൾ തെറ്റായ പ്രബോധനത്തിലേക്ക് പോകരുതെന്നുള്ളത്. കാരണം ഇന്ന് ഈ ലോകത്തിൽ പ്രിയപ്പെട്ടവരെ വളരെയധികം തെറ്റായ പ്രബോധനങ്ങൾ ഉണ്ട്. അത് വളരെ അധികാരപൂർവമായിട്ട് അത് പ്രസംഗിക്കുന്ന വ്യക്തികളുമുണ്ട്. സമൂഹത്തിൽ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുവാൻ അധികാരമുള്ള വ്യക്തികൾ, സാത്താൻ അവരെ ഉപയോഗിച്ചിട്ട് തെറ്റായ പ്രബോധനങ്ങൾ വഴി ദൈവത്തിൻ്റെ ജനത്തെ അനുഗ്രഹത്തിൽ നിന്ന് നാശത്തിലേക്ക് നയിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒന്ന് വായിക്കാമോ? ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. അത് പൗലോസ് അപ്പോസ്തലൻ അന്നും ഉണ്ടായിരുന്നു. അതേ അവസ്ഥയാണ് ഇന്നും ഉള്ളത്. കാരണം സാത്താൻ അന്ന് തുടങ്ങിയ വേല ഇന്നും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? സ്വർഗരാജ്യത്തിൽ വ്യക്തികൾ അല്ലെങ്കിൽ വിശ്വാസികളായിട്ട് സ്വർഗരാജ്യത്തിൽ ആരും പ്രവേശിക്കരുത്. ആ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനുള്ള വഴികൾ ത്യാഗം ചെയ്തോ നല്ല പ്രവൃത്തി ചെയ്തിട്ടോ ഒന്നുമല്ല. അത് യേശുവിൻ്റെ ദൈവത്തിൻ്റെ വചനത്തിലൂടെ മാത്രമാണ്. അതുകൊണ്ടാണ് നമുക്കറിയാമല്ലോ, റോമർക്കുള്ള ലേഖനം 1-ാമത്തെ അധ്യായം 16-ാമത്തെ വചനത്തിൽ പറയുന്നത്, ഞാൻ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കുന്നില്ല, അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. ഇറ്റ് ഇസ് എ പവർ ഓഫ് ഗോഡ് അണ്ടു സാൽവേഷൻ. അപ്പോൾ ആ പവർ ഓഫ് ഗോഡ് ആകുന്ന രക്ഷയിലേക്ക് നയിക്കുന്ന ആ ദൈവത്തിൻ്റെ വചനം ആണ് അവിടെ കറപ്റ്റ് ചെയ്യാൻ നോക്കുന്നത്. ഒന്ന് വായിച്ചേ. കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചു കൂട്ടും. ഇന്ന് ദൈവത്തിൻ്റെ വചനം വളരെ ശക്തമായിട്ടും ആ സത്യവചനം പല മീഡിയത്തിലൂടെ പല മാധ്യമങ്ങളിലൂടെ അത് പ്രഘോഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ടെലിവിഷനിലൂടെ നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വളരെയധികം ദൈവദാസന്മാർ ദൈവത്തിൻ്റെ സത്യവചനം കൊടുക്കുന്നുണ്ട്. പക്ഷേ സത്യവചനം ഒരു കോംപ്രമൈസും ഇല്ലാത്ത കൊടുക്കുന്നവർക്ക് എതിരായിട്ട് പല ശക്തികളും വരുന്നുണ്ട്. ആ കാരണം എന്താണ്? ആ ശക്തികൾ ഇവിടെ പുറകെ പ്രവർത്തിക്കുന്നത് സാത്താനാണ്. സാത്താൻ ഒരിക്കലും ദൈവത്തിൻ്റെ ജനം രക്ഷപ്പെടണമെന്ന് ആഗ്രഹമില്ല. അതുകൊണ്ടാണ് അവർ ഈ ദൈവത്തിൻ്റെ ശരിയായ സത്യവചനങ്ങൾ പ്രഘോഷിക്കുന്ന വ്യക്തികളുടെ എതിര് വരുന്നത്. അങ്ങനെ അവർക്ക് കേൾക്കുവാൻ ഇമ്പമുള്ള വചനങ്ങൾ പറയുന്ന വ്യക്തികളെയാണ് അവർ താല്പര്യപ്പെടുന്നത്. ഒന്നും കൂടെ ബാക്കി വായിച്ച്. അവർ സത്യത്തിന് നേരെ ചെവി അടച്ച് കെട്ടുകഥകളിലേക്ക് ശ്രദ്ധ തിരിക്കും. ആ കെട്ടുകഥ എവിടെയാണ്? കെട്ടുകഥയുടെ ഉറവിടം പാരമ്പര്യമാണ്. കെട്ടുകഥയുടെ ഉറവിടം പാരമ്പര്യമാണ്. അതിലേക്കാണ് ആൾക്കാരുടെ ശ്രദ്ധ തിരിക്കുന്നത്. അങ്ങനെ പാരമ്പര്യം, ആചാരം, അനുഷ്ഠാനം ഒക്കെ വഴി മാത്രമേ രക്ഷയുള്ളൂ എന്ന് മനുഷ്യനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. അതിനകത്ത് ഏറ്റവും വലുതായിട്ട് ഉപയോഗിക്കുന്ന പിതാക്കന്മാരെന്ന് പറഞ്ഞ്, ഈ പൂർവ്വ പിതാക്കന്മാരെക്കാൾ വലിയൊരു പിതാവുണ്ട്, സ്വർഗത്തിലുള്ള പിതാവ്. ആ പിതാവ് തന്നിരിക്കുന്ന വചനം അനുസരിക്കുന്നതിന് പകരം പൂർവ്വ പിതാക്കന്മാരുടെ വചനം അനുസരിക്കണമെന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, പൂർവ്വ പിതാക്കന്മാർ നല്ലവരായിരിക്കും, പക്ഷെ അവർക്ക് നിങ്ങളെ രക്ഷിക്കാൻ പറ്റുകയില്ല. ദൈവമാണ് ജീവന്റെ വചനം തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. പിന്നെയും 2 തിമോത്തി 3-ാമത്തെ അധ്യായം 13-ാമത്തെ വചനം, അവിടെയും പറയുന്നുണ്ട് ഒരു ഡിസെപ്ഷൻ ഉണ്ട്, ഒരു കബളിപ്പ് നടക്കുന്നുണ്ട്.
അതേസമയം ദുഷ്ടരും കപടനാട്യക്കാരും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും അടിക്കടി അധപതിക്കും. അവിടെ ഇങ്ങനെ ദൈവത്തിന്റെ സത്യവചനത്തിന് എതിര് വരുന്നവർ അവരുടെ തുടക്കം എവിടെയാണ്? അവർ വഞ്ചിക്കപ്പെട്ടു. അവർ വഞ്ചിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ അവർ സംസാരിക്കുന്നതൊക്കെ മറ്റുള്ളവരെ വഞ്ചനയിലേക്ക് നയിക്കുകയാണ്. ഡിസീവ്ഡ് ആൻഡ് ബീയിങ് ഡിസീവ്ഡ് എന്നാണ് പറയുന്നത്. ദേ ഓൾറെഡി ഡിസീവ്ഡ് ആൻഡ് ദെൻ ദേ ആർ ഡിസീവിങ് അതേഴ്സ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എവിടെയാണ് വചനം കേൾക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുന്ന എല്ലാ വചനങ്ങളും സത്യവചനമാകണമെന്നില്ല. കാരണം നിങ്ങൾ ഇന്നിപ്പോൾ ടെലിവിഷൻ നോക്കുകയാണെങ്കിൽ പല പല ചാനൽസും ദൈവത്തിൻ്റെ വചനം മാത്രമേ അവിടെ പ്രഘോഷിക്കുന്നുള്ളൂ. പക്ഷേ അത് മുഴുവൻ സത്യവചനമാകണമെന്നില്ല. കാരണം ദൈവത്തിൻ്റെ വചനം, സത്യവചനം വളരെ ശക്തമായിട്ട് ടെലിവിഷൻ മീഡിയത്തിലൂടെ വരുമ്പോൾ സാത്താൻ അതേ മീഡിയം തന്നെ ആൾക്കാരെ വഴിതെറ്റിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ആരെയാണ് നിങ്ങൾ കേൾക്കുന്നുണ്ടത് ഉള്ളത്. ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുന്നത് അത് ദൈവത്തിൻ്റെ വചനവുമായിട്ട് യോജിക്കുന്നുണ്ടോ എന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതനുസരിച്ച് മാത്രമേ നിങ്ങൾ കേൾക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് വചനം കേൾക്കുന്നതുകൊണ്ട് നിങ്ങൾ രക്ഷയിലേക്ക് വരണമെന്നില്ല. അങ്ങനെ സത്യവചനമല്ലാതെ സാത്താൻ്റെ കബളിപ്പുള്ള വചനം കേട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നാശത്തിലേക്ക് പോവുള്ളൂ. ഉദാഹരണമായിട്ട് നല്ല പ്രവൃത്തികൾ ചെയ്യുക, എന്നാൽ അങ്ങനെ നല്ലൊരു വ്യക്തിയായിട്ട് ജീവിക്കുക, നിയമങ്ങളൊക്കെ അനുസരിക്കുക, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും രക്ഷയുണ്ട് എന്ന് പറയുന്നത് കേൾക്കാൻ നല്ലതായിരിക്കും. ചിലപ്പോൾ നമ്മളുടെ ബുദ്ധിക്ക് അത് ശരിയാണെന്ന് തോന്നും. പക്ഷേ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ സത്യം ഇതേ ഉള്ളൂ. നിങ്ങൾ അത് മാത്രം കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ നാശത്തിലേക്ക് പോകുന്നുള്ളൂ. കാരണം നിയമത്തിന് നിങ്ങളെ രക്ഷിക്കാൻ പറ്റുകയില്ല. നിയമം നിങ്ങളെ ശിക്ഷിക്കുകയുള്ളൂ. നിയമം നിങ്ങളെ നാശത്തിലേക്ക് പോവുകയുള്ളൂ. ദൈവത്തിൻ്റെ വചനം ഗലാത്യർക്ക് ലേഖനം 5-ാമത്തെ അധ്യായം 4-ാമത്തെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ നിയമാനുസരണത്തിലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത് എന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഹല്ലേലൂയ ആ കൃപാവരത്തിൽ നിന്ന് നിങ്ങൾ വീണു പോയിരിക്കുകയാണ്. ആ യേശുവായിട്ട് നിങ്ങൾ ആ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. ഒന്ന് വായിച്ചേ 4:5 Galatians 4:5. അങ്ങനെ നമ്മളെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് ആക്ച്വലി ഇറ്റ് ഈസ് 5:4. ആദ്യം പറഞ്ഞത് തന്നെയാണ്. നിയമത്തിലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത് എന്ന് കരുതുന്നെങ്കിൽ ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. കൃപാവരത്തിൽ നിന്ന് നിങ്ങൾ വീണു പോവുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ നിയമമല്ല നിങ്ങളെ രക്ഷിക്കുന്നത്, അതിനുപരി ആരാണ്? കൃപ. അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത്. നിയമം ആര് വഴി നൽകപ്പെട്ടു? മോശ വഴി നൽകപ്പെട്ടു. കൃപയും സത്യം ആര് വഴി നൽകപ്പെട്ടു? യേശു ക്രിസ്തു വഴി നൽകപ്പെട്ടു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, രക്ഷ യേശു ക്രിസ്തു. ആ രക്ഷ എങ്ങനെയാണ്? കൃപയും സത്യവും വഴി. ഹല്ലേലൂയ. പിന്നെ 2 കൊരിന്ത്യർ 11-ാമത്തെ അധ്യായം 3-4 വചനങ്ങൾ വായിക്കുകയാണ്. അവിടെ അറിയാം പൗലോസ് അപ്പോസ്തലന് വലിയൊരു ഭാരമുണ്ടായിരുന്നു. ഹി ഹാഡ് എ ഗ്രേറ്റ് ബർഡൻ. കാരണം ദൈവത്തിൻ്റെ സത്യവചനങ്ങൾ കൊടുത്ത് യേശുവിലേക്ക് അടുപ്പിച്ച വ്യക്തികളെ പിന്നെ എന്താണ് സാത്താൻ കബളിപ്പിച്ചിട്ട് പിന്നെയും സാത്താൻ്റെ പിടിയിലേക്ക് കൊണ്ടുപോകാൻ നോക്കുന്ന ഒരു ശ്രമം അവിടെ നടക്കുകയാണ്. ഇന്ന് ഈ ലോകത്തിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഒന്ന് വായിച്ചേ. സർപ്പം ഹവ്വായെ തന്ത്രപൂർവം ചതിച്ചതുപോലെ. തന്ത്രപൂർവം, അല്ലാതെ ഹവ്വയോട് വന്നിട്ട് വെറുതെ അങ്ങനെ കളിപ്പിക്കുകയല്ലായിരുന്നു. ഹവ്വയോട് നല്ലൊരു കാര്യം ചെയ്യുകയാണ് എന്നുള്ള ഒരു കളിപ്പീരലിന്റെ അടിസ്ഥാനത്തിലാണ് ആ പാപം ചെയ്യുവാനായിട്ട് ചതിച്ചതുപോലെ. കാരണം എന്താണ്? നന്മയും തിന്മയും അറിവിന്റെ വൃക്ഷം. ഇപ്പം നന്മ അറിയുന്നത് നല്ലതല്ലേ? തിന്മ എന്താണെന്ന് അറിയുന്നത് നല്ലതല്ലേ? നന്മ അറിഞ്ഞാൽ അത് ചെയ്യാം, തിന്മ അറിഞ്ഞാൽ അത് ഒഴിവാക്കാം. അപ്പോൾ ബാഹ്യമായി നോക്കുമ്പോൾ ലൗകികതരത്തിൽ നോക്കുമ്പോൾ അത് നല്ലൊരു കാര്യമാണ്. അങ്ങനെ കബളിപ്പിച്ചിട്ടാണ് പാപം ചെയ്ത് ദൈവവുമായിട്ടുള്ള ബന്ധം വിത്തേജിച്ചു പോയത്. സർപ്പം ഹവ്വായെ തന്ത്രപൂർവം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് വ്യതിചലിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോൾ അവൻ എന്താണ് ശ്രമിക്കുന്നത്? നിങ്ങളുടെ ചിന്തകൾ യേശുവിൽ നിന്ന് മാറിപ്പോകണം. നിങ്ങളുടെ ചിന്തകൾ യേശു, രക്ഷകനായ യേശുവിൽ നിന്ന് മാറിപ്പോകണം. ഹെബ്രായർ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ചിന്തകൾ എവിടെയായിരിക്കണം? നിങ്ങളുടെ ദൃഷ്ടി എവിടെയായിരിക്കണം? ലുക്കിംഗ് അൺ ടു ജീസസ്, ദി ഓഥർ ആൻഡ് ദ ഫിനിഷർ ഓഫ് അവർ ഫെയ്ത്ത്. എന്താണ്? അപ്പോൾ യേശുവിലായിരിക്കണം നമ്മുടെ ചിന്തകൾ. അതുപോലെ തന്നെ ജോഷുവ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 8-ാമത്തെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ യു മസ്റ്റ് മെഡിറ്റേറ്റ് ഓൺ ഇറ്റ്, ഹല്ലേലൂയ, ഡേ ആൻഡ് നൈറ്റ്. നമ്മൾ അത് ഒന്ന് വായിക്കോ. ജോഷുവ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 8-ാമത്തെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നത്, നമ്മളുടെ ചിന്തകൾ, നമ്മളുടെ ഫോക്കസ്, നമ്മളുടെ അറ്റൻഷൻ എപ്പോഴും ആ രക്ഷകനായ യേശു ക്രിസ്തുവിലായിരിക്കണം. ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരത്തിൽ ഉണ്ടായിരിക്കണം. എപ്പോഴാണ്? എപ്പോഴും. അല്ല ചിലപ്പോഴല്ല, എപ്പോഴും വായിക്കുക. അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. ചിലതല്ല, എല്ലാം പാലിക്കണം. അപ്പൊ ദൈവത്തിന്റെ വചനം എഴുതിയിരിക്കുന്ന, നമ്മൾ കൽപ്പന വന്നിരിക്കുന്നത് എല്ലാം പാലിക്കണം.
അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം. രാവും പകലും ധ്യാനിക്കണം. നമുക്കൊരു സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്. ആ ദൈവമാണ് എനിക്കെല്ലാം ദൈവമാണ്, നീ മാത്രം മതി എന്നുള്ള നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾ ദൈവത്തെക്കുറിച്ചായിരിക്കും നമ്മളുടെ ചിന്തകൾ. നമ്മൾ ചിലപ്പോൾ ഉറക്കത്തിൽ തന്നെ ചിലപ്പോൾ നമ്മൾ പാടുന്നുണ്ടായിരിക്കും, ഉറക്കമായിരിക്കും പക്ഷെ പാടുന്നുണ്ട്. ആർക്കൊക്കെ അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട്? ഹല്ലേലൂയ. ഉറങ്ങുമ്പോൾ യു ആർ സിംഗിങ് but unconsciously or in your subconscious you are worshipping God. അപ്പോൾ രാപകൽ നമ്മൾ എന്തായിരിക്കണം? ദൈവത്തെക്കുറിച്ച് ധ്യാനിക്കണം. You must meditate upon the word day and night. അങ്ങനെ ദൈവമായിരിക്കണം നമ്മളുടെ ടോട്ടൽ ഫോക്കസ്. പക്ഷെ അതിനുപരി എന്താണ് ഇന്ന് ആ ദൈവത്തിൽ നോക്കുന്നതിന് പകരം, അല്ല ദൈവത്തിൽ നമ്മുടെ ശ്രദ്ധ ഉണ്ടാകുന്നതിന് പകരം ഇന്നത്തെ ഈ സാത്താനിൻ്റെ കബളിപ്പ് വഴി എന്താണ്? പ്രവൃത്തിയിലേക്ക്, ക്രിയയിലോട്ടാണ് മനുഷ്യനെ തിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പ്രവൃത്തി അല്ലെങ്കിൽ ക്രിയ ഒന്നും നമ്മളെ രക്ഷിക്കാൻ പറ്റുകയില്ല. രക്ഷ കൃപ മാത്രമാണ്. ഇറ്റ് ഈസ് അൺമെറിറ്റഡ് ഫേവർ ഓഫ് ഗോഡ്. നമ്മൾ അർഹിക്കാത്ത ദൈവത്തിൻ്റെ ഒരു വലിയൊരു അനുഗ്രഹമാണ് രക്ഷ. പിന്നെ മത്തായിയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായം 10-ാമത്തെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നമ്മൾ കേൾക്കണം. കേൾക്കാതെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയില്ല. ഒന്ന് വായിച്ചേ. അവൻ ജനങ്ങളെ 15:10 മത്തായി. അവൻ ജനങ്ങളെ തൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, നിങ്ങൾ കേട്ട് മനസ്സിലാക്കണം. എന്ത് കേൾക്കണം? ദൈവത്തിൻ്റെ വചനം. അത് കേട്ടിട്ട് മനസ്സിലാക്കണം. ചിലപ്പോൾ കേൾവി മാത്രമാണെങ്കിൽ, ഈ കേൾക്കുക എന്ന് പറയുന്നത് വിത്ത് വിതയ്ക്കുന്നത് പോലെയാണ്. വിത്ത് വിതച്ചത് ആ ഉപമയിൽ 4 തരത്തിലുള്ള സ്ഥലത്ത് വീണു. അപ്പോൾ കേൾക്കുക എന്ന് പറയുന്നത് വിത്ത് വിതയ്ക്കുന്നത് പോലെയാണ്. മനസ്സിലാക്കുന്നതാണ് അത് ഹൃദയമാകുന്ന ആ വയലിൽ അത് സ്വീകരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഹൃദയമാകുന്ന ആ വയലിൽ വിത്ത്, കേൾവി വഴി വിത്ത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഫലം ഉണ്ടാകുകയില്ല. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായം 19-ാമത്തെ വചനത്തിൽ അവിടെ പറയുന്നത്, അവിടെ വീണു, അപ്പോൾ കേട്ടു പക്ഷേ മനസ്സിലായില്ല. ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ വചനങ്ങൾ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദിവസം ഇത് വചനങ്ങൾ കേൾക്കുന്ന ആ വ്യക്തികൾ കേൾക്കുന്നുണ്ട്, പക്ഷേ മനസ്സിലായിട്ടില്ലെങ്കിൽ അത് നല്ല നിലത്തല്ല വീണത്. അങ്ങനെ വീഴാത്തത് കൊണ്ട് ഫലം പുറപ്പെടുവിക്കുന്നത്. വായിച്ചേ. രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് മനസ്സിലാകാതിരിക്കുന്നവനിൽ നിന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് ദുഷ്ടൻ വന്ന് അപഹരിക്കും. അപ്പൊ കേൾക്കുക മാത്രമല്ല, അത് മനസ്സിലാക്കാൻ പറ്റണം. യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ കേൾവി എന്ന് പറയുന്നത് വിത്ത് വിതയ്ക്കുന്നതാണ്. മനസ്സിലാക്കുക എന്ന് പറയുന്നത് അത് നല്ല നിലത്ത് അത് സ്വീകരിക്കുകയാണ്, അത് വീഴുകയാണ്. അങ്ങനെ വീണാൽ മാത്രമേ ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ. പിന്നെ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വചനം റോമാർക്കുള്ള ലേഖനം 10-ാമത്തെ അധ്യായം 9-ാമത്തെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അങ്ങനെ വചനം കേട്ട ഒരു വ്യക്തി എപ്പോഴും ആ വചനം കൺഫെസ് ചെയ്യും. സോ നമ്മൾ ഉള്ളിലുള്ള വചനം പുറത്തോട്ട് തീർച്ചയായിട്ടും വരും. നമ്മളുടെ വിശ്വാസം നമ്മൾ പ്രഘോഷിക്കും. വി വിൽ ബി പ്രൊക്ലെയിമിങ് അവർ ഫെയ്ത്ത്. അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇഫ് യു കൺഫെസ് വിത്ത് യുവർ മൗത്ത് ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് ഇസ് ലോർഡ് ആൻഡ് ഇഫ് യു ബിലീവ് ഇൻ യുവർ ഹാർട്ട് ദാറ്റ് ഗോഡ് റേസ്ഡ് ഹിം ഫ്രം ദ ഡെഡ് യു വിൽ ബി സേവ്ഡ്. ഒന്ന് വായിക്കാമോ? അപ്പോൾ അവിടെ നമ്മൾ ഉൾക്കൊണ്ട ആ വചനം ഫലമായിട്ട് ഇറ്റ് വിൽ കം ബൈ വേ ഓഫ് എ പ്രൊക്ലമേഷൻ, എ പോസിറ്റീവ് കൺഫെഷൻ. ഒന്ന് വായിച്ചേ. ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അപ്പോൾ നമ്മൾ കേട്ട വചനത്തിൻ്റെ അത് അനുഗ്രഹത്തിൻ്റെ വചനമാണ്. അത് നമ്മൾ സ്വീകരിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് വരുന്നതാണ് രക്ഷ. ഹലോ, ഹല്ലേലൂയ. നമ്മൾ കേട്ട അനുഗ്രഹത്തിൻ്റെ വചനത്തിൻ്റെ ഫലമാണ് രക്ഷ. The word became flesh and dwelt amongst us and we beheld his glory. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, യേശുവാകുന്ന ആ വചനത്തെ നമ്മൾ സ്വീകരിച്ചു കഴിയുമ്പോൾ ആ യേശുവാകുന്ന രക്ഷകനാണ് ഫലമായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ രക്ഷ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഫലമാണ് രക്ഷ. ഹല്ലേലൂയ. പിന്നെ നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനം ദൈവം നമുക്ക് അധികാരം തരികയാണ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ. കാരണം നമ്മൾ യേശുവിൻ്റെ കൂട്ടവകാശിയാകുകയാണ് ആ വചനത്തിലൂടെ. മത്തായിയുടെ സുവിശേഷം 12-ാമത്തെ അധ്യായം 36-37 വചനങ്ങൾ ഒന്ന് വായിക്കാമോ? കാരണം നമ്മൾ മനസ്സിലാക്കണം, ദൈവം നമ്മൾക്ക് അധികാരം തന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ്. ആ വചനമാണ് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത് വചനം വഴിയാണ്. അപ്പോൾ ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്നത് വചനമാണ്, അധികാരമുള്ള വചനമാണ് ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം സംസാരിക്കുവാനായിട്ട്.
ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും, നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. രണ്ട് കാര്യവും നമ്മുടെ വാക്കുകൊണ്ട് നടക്കും. അപ്പോൾ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നതാണ്. ബട്ട് ഐ സേ ടു യു ദാറ്റ് ഫോർ എവറി ഐഡൽ വേർഡ് men may speak, they will give account of it in the day of judgment. For by your words you will be justified, and by your words you will be condemned. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ സംസാരിക്കുന്ന വചനങ്ങൾ വഴിയാണ് നമുക്ക് ഒന്നെങ്കിൽ നീതീകരിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ശിക്ഷാവിധിക്ക് അർഹതയുണ്ടാകുന്നത്. നമുക്കറിയാം നീതീകരണം എവിടെ വരും? ദൈവത്തിൻ്റെ വചനം റോമാർക്കുള്ള ലേഖനം 10-13 വചനത്തിൽ പറയുന്നുണ്ട്, ഇഫ് യു whoever calls in the name of the Lord will be saved. ഒന്ന് വായിക്കുക സിസ്റ്റർ, റോമൻസ് 10:13. അപ്പോൾ നമ്മൾ നമ്മുടെ അതരം കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായിട്ട് നമ്മൾ സ്വീകരിച്ച് അത് നമ്മൾ പ്രഘോഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും രക്ഷ കിട്ടും. whoever calls on the name of the Lord will be saved. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. മറ്റേ തരത്തിൽ നോക്കുകയാണെങ്കിൽ അവിടെ കണ്ടംനേഷനെ കുറിച്ച് പറയുന്നുണ്ട്. those who you also be condemned by your word. എങ്ങനെയാണ് നമുക്കറിയാം? ഹല്ലേലൂയ. ഹെബ്രായർക്ക് ലേഖനം 3-7 വരെ വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ ജനത്തിനൊരു വിശ്രമം വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ഹൃദയ കാഠിന്യം കൊണ്ട്, അവരുടെ പൊറുപൊറുക്കൽ കൊണ്ട് അവർക്ക് ആ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുവാൻ പറ്റിയില്ല. ഒന്ന് പെട്ടെന്ന് വായിക്കാവോ? പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ, ഇന്ന് നിങ്ങൾ അവിടുത്തെ സ്വരം ശ്രവിക്കുമ്പോൾ മരുഭൂമിയിലെ പരീക്ഷണ കാലത്തുണ്ടായ പ്രകോപനത്തിൽ എന്നതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. കഠിനമാക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ നിങ്ങളുടെ പിതാക്കന്മാർ 40 വർഷം എന്നെ പരീക്ഷിക്കുകയും എന്റെ പ്രവർത്തികൾ കാണുകയും ചെയ്തു. അപ്പൊ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കാതെ പുറപുറത്തിട്ട് അവിശ്വാസമായിട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം വാഗ്ദാനം ചെയ്ത വിശ്രമത്തിലേക്ക് പ്രവേശിക്കുവാൻ പറ്റിയില്ല. ബാക്കി അതിനാൽ ആ തലമുറയോട് ഞാൻ കോപിച്ചു പറഞ്ഞു, അവർ സദാ തങ്ങളുടെ ഹൃദയത്തിൽ തെറ്റ് ചെയ്യുന്നു, എന്റെ വഴികൾ അവർ മനസ്സിലാക്കിയിട്ടില്ല. എന്റെ ക്രോധത്തിൽ ഞാൻ ശപഥം ചെയ്തു പറഞ്ഞതുപോലെ അവർ ഒരിക്കലും എന്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല. കാരണം എന്താണ്? അവർ പൊറുപൊറുത്തിട്ട് ദൈവത്തിൽ അവിശ്വാസം കാണിച്ചു. അപ്പോൾ നമ്മൾ പറയുന്ന വചനങ്ങൾ തന്നെ ഒന്നെങ്കിൽ നമ്മളെ നീതീകരിക്കാൻ പറ്റും, അല്ലെങ്കിൽ അത് നമ്മളെ കണ്ടം ചെയ്യാനായിട്ട് ശിക്ഷാവിധിക്ക് പോകാൻ പറ്റും. അപ്പോൾ പിന്നെ ഈ ദൈവത്തിൻ്റെ വചനം ഇവിടെ പറഞ്ഞ പോലെ ആ വിശ്രമം എന്ന് പറയുന്നത്, അന്ന് പറഞ്ഞ് 40 വർഷം അവർ ദൈവത്തെ പരീക്ഷിച്ചതുകൊണ്ട് ദൈവം ശപഥം ചെയ്ത് പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും എൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല. പക്ഷേ ഹെബ്രായർക്ക് ലേഖനം 4-1 വചനം പറയുകയാണെങ്കിൽ ഇന്ന് നമ്മളുടെ ഒരു അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. വായിച്ചേ. അവിടെ നിന്ന് നൽകുന്ന വിശ്രമത്തിലേക്ക് നാം പ്രവേശിക്കുമെന്ന വാഗ്ദാനം നിലനിൽക്കുമ്പോൾ, വാഗ്ദാനം അന്ന് കൊടുത്ത വാഗ്ദാനം, എബ്രഹാമിന് കൊടുത്ത വാഗ്ദാനം ഇന്ന് പ്രിയപ്പെട്ടവർ നമ്മൾക്കും ഉണ്ട്. എന്താണ്? ദൈവം വാഗ്ദാനം ചെയ്ത വിശ്രമത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള കഴിവുണ്ട്. പക്ഷേ ആ വാഗ്ദാനം നിലനിൽക്കുമ്പോൾ തന്നെ അതിൽ പ്രവേശിക്കാൻ കഴിയാത്തവരായി നിങ്ങളിൽ ആരെങ്കിലും കാണുമോ എന്ന് നാം ഭയപ്പെടണം. കാരണം ഇന്നും പ്രിയപ്പെട്ടവരെ ദൈവം വാഗ്ദാനം ചെയ്ത വിശ്രമം നമ്മൾക്ക് അവൈലബിൾ ആണ്. പക്ഷെ അതിലേക്ക് പ്രവേശിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമ്മളുടെ പ്രവൃത്തി, നമ്മളുടെ വിശ്വാസം അനുസരിച്ചായിരിക്കും. കാരണം എന്താണ്? അടുത്ത വചനം പറയുന്നുണ്ട്, അവർക്കെന്ന പോലെ തന്നെയാണ് നമുക്കും സുവിശേഷം ലഭിച്ചത്. എന്നാൽ അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. അപ്പോൾ വിത്ത്, ദൈവത്തിന്റെ അനുഗ്രഹമാകുന്ന വിത്ത് പ്രയോജനപ്പെടുന്നില്ല. കാരണം എന്താണ്? നമ്മളുടെ ഹൃദയമാകുന്ന ആ വയല് വചനം സ്വീകരിക്കുവാനായിട്ട് ഒരുക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ നടുന്നത് ഒന്നെങ്കിൽ വഴിയരികത്തോ അല്ലെങ്കിൽ പാറയുടെ പുറത്തോ അല്ല മുൾച്ചെടിയുടെ ഇടയിലാണ് നടുന്നത്. അത് ഫലം പുറപ്പെടുവിക്കുകയില്ല. അല്ലെങ്കിൽ നമ്മൾ നടുന്ന വിത്ത് നമ്മൾക്ക് മനസ്സിലാക്കാനും പറ്റിയിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ഇത്ര വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വചനം കേൾക്കുക മാത്രമല്ല, അത് ഹൃദയത്തിൽ സ്വീകരിക്കണം. വിശ്വാസം വഴി സ്വീകരിക്കണം. കാരണം അവിടെ പറയുന്നുണ്ട്, കാരണം അവർ അത് വിശ്വസിച്ചില്ല. എന്നാൽ വിശ്വസിച്ചവരായ നാം വിശ്രമത്തിലേക്ക് പ്രവേശിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ വചനമാകുന്ന ആ വാഗ്ദാനം അല്ലെ അനുഗ്രഹത്തിന്റെ ഫലമാണ് ദൈവത്തിന്റെ രക്ഷ, ദൈവത്തിന്റെ വിശ്രമം. ആ വിശ്രമത്തിലേക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ വിശ്വാസം വഴിയേ പ്രവേശിക്കുവാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഫലം പുറപ്പെടുവിക്കുന്നുണ്ടെങ്കിൽ വിശ്വാസം വേണം. അല്ലാതെ വെറും വചനം കേട്ടതുകൊണ്ട് ആ ഫലം പുറപ്പെടുവിക്കണമെന്ന് ഇല്ല. പിന്നെ നമ്മൾ മനസ്സിലാക്കണം വേറെ വലിയൊരു സത്യം ഇതാണ്, ദൈവത്തിൻ്റെ വചനം വളരെ ശക്തിയുള്ളതാണ്. ആരൊക്കെ വിശ്വസിക്കുന്നുണ്ട്? ലെറ്റ് ദെയർ ബി ലൈറ്റ് എന്ന് പറഞ്ഞപ്പോൾ
അവിടെ വെളിച്ചമുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവം നമ്മൾക്കും അധികാരം തന്നിട്ടുണ്ട്, വചനത്തിലൂടെ അധികാരം തന്നിട്ടുണ്ട്. കാരണം നമ്മൾ മനസ്സിലാക്കണം, വചനം വളരെ ശക്തിയുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം ഇതാ. ഇന്ന് രാവിലെ നമ്മളൊരു ബ്രദർ ഷെയർ ചെയ്തതുപോലെ മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം 4-ാമത്തെ വചനത്തിൽ അവിടെ സാത്താൻ വന്നിട്ട് യേശുവിനെ പരീക്ഷിച്ചപ്പോൾ ഈ കല്ല് കഷണങ്ങൾ അപ്പമാക്കാൻ, റൊട്ടിയാക്കാൻ പറഞ്ഞപ്പോൾ യേശു ക്രിസ്തു എന്താ പറഞ്ഞത്? മാൻ ഡസ് നോട്ട് ലിവ് ബൈ ബ്രെഡ് അലോൺ ബട്ട് ബൈ എവറി വേർഡ് ദാറ്റ് പ്രൊസീഡ്സ് ഫ്രം ദ മൗത്ത് ഓഫ് ദ ഫാദർ. അപ്പോൾ മനസ്സിലാക്കണം, ആ ജീവൻ ലിവ്. അപ്പോൾ നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം വേണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ജീവൻ തരുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. നമ്മുടെ ശരീരത്തിന് ആഹാരം വേണ്ടതുപോലെ തന്നെ നമ്മുടെ ആത്മാവിനും ആഹാരം വേണം. അപ്പോൾ ആത്മാവിന് വചനമില്ലെങ്കിൽ ആത്മാവ് മരിച്ചു പോകും. അപ്പോൾ മാൻ ഡസ് നോട്ട് ലിവ് ബൈ ബ്രെഡ് അലോൺ ബട്ട് ബൈ എവറി വേർഡ് ദാറ്റ് പ്രൊസീഡ്സ് ഫ്രം ദ മൗത്ത് ഓഫ് ഗോഡ്. അപ്പോൾ വചനമാണ് ജീവൻ തരുന്നത്. അപ്പോൾ വചനം വേണ്ട, അല്ല വചനം മാത്രം പോരാ എന്നൊക്കെ പറയുന്നത് എത്ര ഭോഷത്തരമായിരിക്കും. നമ്മുടെ ആത്മീയ ജീവിതത്തിനെ കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? വചനം മാത്രം മതി പ്രിയപ്പെട്ടവരെ. കാരണം ദൈവത്തിൻ്റെ വചനം, യേശു ക്രിസ്തു തന്നെ ആ സാത്താനോട് പറയുകയാണ്, മാൻ ഡസ് നോട്ട് ലിവ് ബൈ ബ്രെഡ് അലോൺ ബട്ട് ഹിസ് സ്പിരിറ്റ് ലിവ്സ് ബൈ എവറി വേർഡ് ദാറ്റ് പ്രൊസീഡ്സ് ഫ്രം ദ മൗത്ത് ഓഫ് ഗോഡ്. അപ്പോൾ ആത്മാവിൻ്റെ ജീവൻ എവിടെ നിന്നാണ്? ദൈവത്തിൻ്റെ, ഒന്ന് പറ, ആത്മാവിൻ്റെ ജീവൻ ദൈവത്തിൻ്റെ വചനത്തിലാണ്. അപ്പോൾ വചനം മാത്രം മതി നമ്മുടെ ആത്മാവിനെ ജീവനോടെ പരിപാലിക്കുവാനായിട്ട്. So life of the spirit is in the word of God. Hallelujah. പിന്നെ നമുക്കറിയാം 2 കൊരിന്ത്യർ 4-ാമത്തെ അധ്യായം 14-ാമത്തെ വചനം അവിടെ പറയുന്നുണ്ട്, Now thanks be to God who always leads us in triumph. എപ്പോഴാണ്? ചിലപ്പോൾ. ആണോ? ചിലപ്പോൾ അല്ല, always ഒന്ന് പറഞ്ഞു, always. He says, now thanks be to God who leads us always in triumph in Christ and through us diffuses or manifests the fragrance of his knowledge in every place. അപ്പോൾ നമ്മൾ we are carriers, we are vessels to disperse the fragrance of God. And ആ ഫ്രേഗ്രൻസിൻ്റെ കൂടെ there is a victory that God has given. And ആ victory ചിലപ്പോഴല്ല, always, എപ്പോഴും. ഒന്ന് വായിച്ചേ 2 കൊരിന്ത്യർ 2-ാമത്തെ അധ്യായം 14-ാമത്തെ വചനം. 2 Corinthians 2:14. ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും വിജയത്തിലെത്തിക്കുകയും അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ സൗരഭ്യം ഞങ്ങൾ വഴി എല്ലായിടത്തും പരത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തുതി. അപ്പോൾ അവിടെ പറഞ്ഞു, ക്രിസ്തു വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ട് അവന്റെ നാമം ദൈവ വചനമാണെന്ന്. അപ്പം വചനം വഴിയാണ് നമ്മൾക്ക് വിജയം ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. The victory always is promised through the word of God. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്. നമുക്ക് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം നോക്കുകയാണെങ്കിൽ 33-ാമത്തെ അധ്യായം 3-ാമത്തെ വചനം പറയുന്നുണ്ട്, നിങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം തരും. ആ ഉത്തരം തരുന്നത് എങ്ങനെയാണ്? എനിക്ക് എൻ്റെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയാണ് ഇത് സംഭവിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയും, നിങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം തരും. ആ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ളതായിരിക്കും.